പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത 6 കളർ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ LA050 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനിയർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. അതേപോലെ എന്തെങ്കിലും പ്രിന്ററിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റും അവർ വന്ന് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുന്നതും സെൽഫ് സർവീസ് അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ കണ്ടാണ്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ നിങ്ങളെ ക്യാഷ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതൽ എന്ന രീതിയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഏകദേശം പ്രിൻ്ററിൻ്റെ ചെറിയ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഡ്രൈവർ സൈഡ് വരുന്നില്ല, കുഴപ്പമില്ല, നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ USB കേബിളും ഈ മോഡൽ പ്രിൻ്ററിന് അവൈലബിൾ അല്ല. നിങ്ങൾ സെപ്പറേറ്റ് USB കേബിൾ വാങ്ങുകയും വേണം. ഇപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് പിക്ചർ സഹിതം. ഇവിടെ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ മാനുവൽ, അതേപോലെ CD ID കാർഡ് പ്രിൻ്റ് ചെയ്യാനുള്ള ട്രൈവിൻ്റെ ഒരു മൊഡ്യൂൾ, അങ്ങനെ ഒരു പാക്കേജാണ് വരുന്നത്. അത് മാറ്റി വെക്കുന്നു. ഇത് പവർ കേബിളാണ് പ്രിൻ്ററിലേക്ക് പവർ കണക്ട് ചെയ്യാൻ. പിന്നെ ഇത് ഇങ്ക് ബോട്ടിലിൻ്റെ സെറ്റാണ് വരുന്നത്. പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ ഇങ്ക് ബോട്ടിൽസ് വരുന്നുണ്ട്. കുറച്ച് അതിൽ നടക്കുന്നുണ്ട്, അത് എടുത്ത് കാണിച്ചു തരാം. 6 ബോട്ടിലും പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കമ്പനി ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈം മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു കാണുന്ന ഒരു കവർ, ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് കവറാണ് വരുന്നത്. ആൾറെഡി പ്രിൻ്റർ ഇപ്പോൾ ഒരു കവറിൽ പാക്കഡ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മിസ്സായി കഴിഞ്ഞാൽ പുതിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഉപയോഗിക്കാത്ത സമയത്ത്, പ്രിൻ്റർ ഉപയോഗിക്കാത്ത സമയത്ത് പൊടിപടലങ്ങളുള്ള ഏരിയയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പാടെ ഈ 2 കവറുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടാം. ഓക്കെ, ഇനി 2 തെർമോകോൾ പീസുകൾ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എടുക്കുന്ന സമയത്തൊന്നും ഡാമേജസ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാം. ഇപ്പോൾ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ കവർ ഒഴിവാക്കാം. അത് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ കാണുന്ന ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ, കംപ്ലീറ്റ് ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യണം. ഇതിന് മുമ്പ് ഒരിക്കലും നിങ്ങൾ പ്രിൻ്റർ ഓൺ ചെയ്യാനോ ഒന്നും പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. 1 by 1 ആയിട്ട് ഞാൻ സ്റ്റിക്കർ റിമൂവ് ചെയ്യുകയാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്തും ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഹെഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആൾറെഡി ലോക്കഡാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡാമേജസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ആപ്സിൻ്റെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ വേണം. ഈ ലോക്ക് ഒരിക്കലും ഇതേപോലെ ലോക്കഡായിരിക്കാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇതേപോലെ അൺലോക്ക് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടാവും. ഇത് വേസ്റ്റ് ബോക്സ് ആണ് വരുന്നത്. കണ്ടില്ലേ, മുകളിൽ നിങ്ങൾക്ക് തന്നെ റിമൂവബിൾ ആയിട്ടുള്ള രീതിയിലാണ് വേസ്റ്റ് ബോക്സ് വന്നിട്ടുള്ളത്. ഇത് ഔട്ട് ട്രേ ആണ് വരുന്നത്. നിങ്ങൾക്ക് പേപ്പർ പ്രിൻ്റ് ചെയ്താണ്ട് വരുന്ന ഭാഗമാണിത്. ഇത് പേപ്പർ വെക്കാനുള്ള ഭാഗമാണ്. പിക്കപ്പ് ട്രേ ആണ് കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, പ്രിൻ്റർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിൻ്ററിൻ്റെ ടാങ്കിലേക്ക് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ 6 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. 057 എന്ന് പറഞ്ഞ സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുമെന്ന് മാത്രമല്ല പ്രിൻ്ററിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റി തന്നെ ആകെ മാറിപ്പോകുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ എല്ലാ ടാങ്കും എംറ്റി ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ ഓരോരോ ടാങ്കിൻ്റെ അവിടെയും ഓരോരോ ഇങ്ക് ലെവലിൻ്റെ എൻഡ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ ലെവൽ ആവുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. കമ്പ്യൂട്ടറിലെ സ്റ്റാറ്റസ് ഒരിക്കലും നോക്കാൻ പാടില്ല. അത് തെറ്റായ ഒരു ഇൻഫോർമേഷനാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. അതിനാണ് കമ്പനി ഇവിടെ ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റായി ടാങ്കിൻ്റെ അവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലെവൽ നോക്കണം. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തു, അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോരോ ടാങ്കിൻ്റെ അവിടെയും ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാത്രമേ അതിൻ്റേതായ ബോട്ടിൽ വെക്കാൻ പാടുള്ളൂ. ഈ ഒരു മോഡൽ പ്രിൻ്ററിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ക് മാറി ഒഴിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ സപ്പോസ് ബ്ലാക്ക് ഇങ്കാണ് ഞാൻ ഫസ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോട്ടിൽ ടോപ്പ് റിമൂവ് ചെയ്തു, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിൽ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്.
നേരത്തെ ഞാൻ പറഞ്ഞത് അതായത് ഇങ്ക് മാറി വയ്ക്കാൻ സാധിക്കത്തില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ബ്ലാക്കാണ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുത്താണ് നമ്മൾ അറിയാതെ യെല്ലോൻ്റെ സിയാൻ്റെ ടാങ്കിൽ കൊണ്ടുപോയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഓരോരോ ടാങ്കിൻ്റെ അവിടെയും ഓരോ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ലോക്കിലേക്ക് ഇറങ്ങിക്കുന്ന ബോട്ടിൽസ് മാത്രമേ അതിൽ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഈ മോഡൽ പ്രിൻ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കമ്പനീസും അതേ രീതിയിലാണ് ഇങ്ക് ടാങ്കുകൾ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് സിയാനാണ്. ബോട്ടിൽ ശ്രദ്ധിച്ച് നോക്കണം, കാരണം സിയാനും ലൈറ്റ് സിയാനും മാറിപ്പോകരുത്. നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത പോലെ തന്നെ ലൈറ്റ് സിയാനും ബോട്ടിൽ അതേപോലെ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് മജന്ത ഇങ്കാണ്. മജന്തൻ്റെ ഇങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. അതേപോലെ ബോട്ടിൽ അതിലേക്ക് ഇറക്കി വെച്ചു. ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ടാങ്ക് സിയാൻ്റെതാണ്. സിയാൻ്റെ ബോട്ടിലെടുത്തു. അതിന് ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നത് സി എന്നാണ്. ഓരോ ടാങ്കിനും ഓരോരോ കോഡുകളുണ്ട്. ബിക്ക് പറഞ്ഞാൽ ബ്ലാക്ക്, എൽ സി പറഞ്ഞാൽ ലൈറ്റ് സിയാൻ, എം പറഞ്ഞാൽ മജന്ത, സി പറഞ്ഞാൽ സിയാൻ, വൈ പറഞ്ഞാൽ യെല്ലോ, എൽ എം പറഞ്ഞാൽ ലൈറ്റ് മജന്ത. അങ്ങനെ ഓരോരോ ഷോർട്ട് ഫോം ആയിട്ടാണ് ഇങ്കിൻ്റെ കോഡുകൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് മജന്ത ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6 ടാങ്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും പ്രിൻ്റ് കൊടുക്കരുത്. അപ്പം പ്രിൻ്ററിൻ്റെ റൈറ്റ് സൈഡിൽ പിറകു വശത്താണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അവിടെ കണക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നു. USB കേബിൾ ഈ സമയത്ത് കണക്ട് ചെയ്യരുത്. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ ചെറിയൊരു ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ലൈറ്റ് അല്ലെങ്കിൽ വാണിംഗ് ലൈറ്റ് ഓൺ ആവുന്നതാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രിൻ്റർ മസ്റ്റായിട്ട് ഒരു UPS കണക്ട് ചെയ്തിരിക്കണം. കറണ്ട് നമ്മൾ ഈ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിടയിൽ ഓഫ് ആവാനൊന്നും പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനീഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള മെത്തേഡ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പ്രിൻ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ നേരെ താഴെ കാണുന്ന ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് ഓഫായി കണ്ട് പവർ ലൈറ്റ് ഓണാവും. പവർ ലൈറ്റ് ഓഫായി ആ ലൈറ്റ് അങ്ങനെ മാറി ഇത് ഒരു 10 മിനിറ്റോളം ഈ ഒരു പ്രോസസ്സിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ലൈറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കും. അല്ലല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ സ്റ്റഡി ആയി നിൽക്കും. ഇതിൻ്റെ അർത്ഥം നമ്മൾ പ്രിൻറ്റിങ് തുടങ്ങാം, പ്രിൻ്റർ റെഡിയാണ്, പ്രിൻറ്റിങ്ങിന് റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് USB കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്യരുത്. അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് അവരുടെ എഞ്ചിനീയർ വന്ന് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഡെമോൺസ്ട്രേഷനും എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ വാറൻറ്റി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ.
അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.